നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആൽമണ്ട് ലൈൻ ബേർഡ്സ്, അതായത് ആൽമണ്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളാണെന്ന് പറഞ്ഞ് സ്റ്റിപ്പർ അല്ലാത്ത ഏതെങ്കിലും ഒരു ആൽമണ്ട് ടൈപ്പുള്ള ബേർഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പെർഫെക്റ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും ആൽമണ്ട് ബേർഡ്സ് വാങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആൽമണ്ട് ലൈൻ ബേർഡ്സ് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അറിഞ്ഞിട്ടും നമ്മൾ ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അറിവില്ലായ്മ നടിക്കുന്നതാണോ എന്നറിയില്ല. പലരും നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയല്ല, തെറ്റാണെന്ന് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കണം, അല്ലേ? അപ്പോൾ അതില്ലാതെ വരുമ്പോഴാണ് ചൂഷണങ്ങളും പറ്റിക്കപ്പെടലും ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, ആൽമണ്ട്. എന്താണ് ആൽമണ്ട് കളർ? അതിനെപ്പറ്റിയിട്ട് യാതൊരു ധാരണയും വളരെയധികം ആളുകൾക്കും ഇല്ല. 90% ഈ വീഡിയോ കാണുന്ന ആളുകളും എനിക്ക് തോന്നുന്നില്ല ശരിക്കും ഒരു ആൽമണ്ട് എന്താണ് എന്നുള്ള അറിവ് ഉണ്ടെന്ന്. എനിക്കും അറിയില്ല. നമ്മളും പലരോടും ചോദിച്ചും കേട്ടും കണ്ടും അറിവുള്ളവരോട് ചോദിച്ചും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. വളരെ ചെറിയൊരു ശതമാനം നമുക്ക് അറിവുള്ളൂ. അത് വെച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുമ്പം ആൽമണ്ട് ബേർഡ്സ്, ഞാനൊരു ബേർഡിനെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. ഈ ബേർഡ് നമ്മൾ സാധാരണ ആരോട് ചോദിച്ചാലും അതിനിടയ്ക്ക് ഇദ്ദേഹം നമ്മൾ ആക്ച്വലി കുട്ടി വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു 3 കള്ളി 4 കള്ളിയായി. ഞാൻ കേജിലിട്ടേക്കുമായിരുന്നു. ഈയിടെയാണ് പുറത്തിറക്കി വിടാൻ തുടങ്ങിയത്. എപ്പം നമ്മൾ കേജ് വന്നാലും അദ്ദേഹം പറഞ്ഞു വിടാന്നിരിക്കും. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതായത് നമ്മൾ കേജിലോട്ട് ഇപ്പോൾ ഞാൻ ഫീഡ് കൊടുക്കാൻ വന്നാലും ഏകദേശം നമ്മുടെ ശരീരത്തിലും നമ്മുടെ തലയിലും ഒക്കെ ആയിട്ട് അതേ ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഈ കാണുന്ന ബേർഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 90% ആൾക്കാരും പറയും ആൽമണ്ട് എന്നും ക്ലാസിക് ആൽമണ്ട് എന്നൊക്കെ പറയും. ശരിക്കും നമ്മളത് ജനറ്റിക്കലി പറയുകയാണെങ്കിൽ അതൊരു ആഷ് റെഡ് സ്റ്റിപ്പറാണ്. കാരണം ആൽമണ്ടിൻ്റെ നമുക്ക് പുറമെ കാണുന്ന കളറിൻ്റെ സ്പ്രെഡ് ചെയ്ത് അത് ആ ഒരു ഫീനോടൈപ്പ് എന്ന് പറയും. അതായത് പുറമെ കാണുന്ന പ്യുവർ ആൽമണ്ട് ആക്കിയെടുക്കുന്നത് സ്റ്റിപ്പർ എന്ന് പറഞ്ഞ ജീനാണ്. ഈ ബേർഡ്സിന് സ്റ്റിപ്പറുണ്ട്, പക്ഷേ അത് ഒരു ആൽമണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആൽമണ്ടിൻ്റെ ഇമേജ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇടയ്ക്ക്. അതായിരിക്കും ആൽമണ്ട്, പ്യുവർ ആൽമണ്ട്. കൂടുതലും അത് വെളി രാജ്യങ്ങളിലാണ്. നമ്മുടെ ഇന്ത്യൻ ഫാൻറ്റെയിൽസിൽ നമുക്ക് ഇടയ്ക്ക് കാണാറുണ്ട്. ബാക്കിയുള്ള ബേർഡ്സ് നമുക്ക് അത്രയ്ക്കൊരു ബ്രോൺസിങ് ഫാക്ടർ കണ്ടിട്ടില്ല. ഇതപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ആഷ് റെഡ് സ്റ്റിപ്പറാണ്. പക്ഷേ എങ്കിൽ മാർക്കറ്റിൽ വിൽക്കുന്നതും പൊതുവെ എല്ലാവരും ഇതിനെ നമ്മുടെ ലോക്കലായിട്ട് അറിയപ്പെടുന്നത് ആൽമണ്ട് തന്നെയാണ്. അടുത്ത ബേർഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ കളറ് ശരിക്കും നമ്മൾ പറയും കോഫി. ശരിക്കും കോഫി എന്ന് പറഞ്ഞിട്ടൊരു കളറില്ല. ഇത് ശരിക്കും ഡണ്ണാണ്. ഡൺ കളറാണ് ഇതിൻ്റെ നമുക്കുള്ള പ്രസൻസ് കാണിക്കുന്നത്. കോഫി എന്ന് പറഞ്ഞൊരു കളറില്ല. ഇതിൻ്റെ സ്പ്രെഡാണിത്. കാരണം ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇത് ഡൈല്യൂട്ട് ബ്ലൂ സ്പ്രെഡാണ്. കോഫി എന്ന് പറഞ്ഞിട്ട് കളറില്ല, ഡണ്ണാണ്. അത് ശരിക്കും ബ്ലൂവിൻ്റെ സ്പ്രെഡാണ്, ഡൈല്യൂട്ട് ബ്ലൂ സ്പ്രെഡാണ്. പിന്നീട് ഇദ്ദേഹത്തിന് ഇടയ്ക്ക് പോയതാട്ടോ, വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കും, തലയിലും ഇരിക്കും. പിന്നെ നമ്മൾ പറയുന്നു സാൻഡൽ. സാൻഡലും ജനറ്റിക്കലി ശരിക്കും സാൻഡൽ എന്ന് പറഞ്ഞൊരു കളറില്ല. അത് റിസസീവ് യെല്ലോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് റിസസീവ് റെഡ്. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആൽമണ്ട് ലൈന്. ആൽമണ്ടിൽ നിന്ന് ഒരു മെയിൽ നമ്മളിപ്പോൾ പറയുന്നത്, ഈ ആൽമണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കാണിച്ച ആദ്യത്തെ ഒരു ബേർഡിൻ്റെ കൂടെ ഒരു കുട്ടി ഇറങ്ങി, ബ്ലാക്കാന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ബ്ലാക്കും അല്ലെങ്കിൽ ഒരു ചെക്കറോ വേറെ എന്തെങ്കിലും ഇറങ്ങി. അത് നമ്മൾ ആൽമണ്ട് ലൈൻ എന്ന് പറഞ്ഞ ആൾക്കാർ വലിയ വിലയ്ക്ക് വിൽക്കുകയാണ്. ഇപ്പോൾ 2 ബ്ലാക്ക് ആണെങ്കിൽ പോലും ഒരു 1500-2000 രൂപ ബ്ലാക്കിന് വിലയുള്ളൂ കുട്ടികൾക്ക്. അത് ആൽമണ്ട് ലൈനാന്ന് പറഞ്ഞ് 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ചോദിക്കുന്നുണ്ട്. വിറ്റ് പോകുന്നുണ്ടോ എനിക്കറിയില്ല. പലരെയും ഞാൻ കണ്ടു. നിങ്ങൾ അത് ആൽമണ്ട് ലൈനാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൽമണ്ട് കുട്ടികൾ ഇറങ്ങും എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾക്ക് ആൽമണ്ട് കുട്ടികളെ കിട്ടില്ല. കാരണം ഒരു സ്റ്റിപ്പർ എന്ന് ഞാൻ പറഞ്ഞ ജീന്, ആൽമണ്ട് ഉണ്ടാക്കുന്ന ജീന്
ഒരു ഡോമിനന്റ് ജീനാണ്. അത് ഏതെങ്കിലും ഒരു ബേർഡിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് പുറമേ കാണിച്ചിരിക്കും. അപ്പം പുറമേ കാണിക്കാത്ത ഒരു ബേർഡിൽ ആൽമണ്ട് ആവുമെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആൽമണ്ടിൽ നിന്ന് വൈറ്റ് ഇറങ്ങാറുണ്ട്, ചെറിയ ഡോട്ട്സ് ഉള്ളത്. വൈറ്റ് ഒരു ഡിഫറെൻറ്റ് മ്യൂട്ടേഷനാണ് ടോട്ടലി. അതിൻ്റെ ഡെപ്തിലേക്ക് നമുക്ക് പോകുന്നില്ല, അതിനെപ്പറ്റിയുള്ള 100% ക്ലാരിഫിക്കേഷൻ എനിക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ബാക്കി എന്ത് കളേഴ്സും നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ആൽമണ്ട് ലൈൻ ബേർഡ്സിനെ വലിയ വില കൊടുത്ത് വാങ്ങരുത്. ആൽമണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേർഡ് വാങ്ങാം, പ്രശ്നമൊന്നുമില്ല. ആൽമണ്ട് ലൈൻ ആണെന്നപ്പോൾ നമ്മൾ ഹിസ്റ്ററി പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആൽമണ്ട് ലൈൻ ബേർഡ് വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് ആൽമണ്ട് കിട്ടും. 2 ബ്ലാക്ക് കുട്ടി ആൽമണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൽമണ്ട് കിട്ടുമെന്ന് നിങ്ങൾ നോക്കിയിരുന്നാൽ ഒരിക്കലും അതിനകത്ത് നമുക്കൊരു ആൽമണ്ട് കിട്ടാൻ പോകുന്നില്ല. അതാണ് ആൽമണ്ട് ലൈനിൻ്റെ അറിയാൻ മേലാഞ്ഞിട്ടല്ല ആളുകൾ, ഇല്ലെങ്കിൽ ചൂഷണം ചെയ്യലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കുക. മേടിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. വിൽക്കണോ വേണ്ടെന്നുള്ളത് ബ്രീഡേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും ചോയ്സാണ്. നമ്മളത് അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ അതാണ് ആൽമണ്ടിൻ്റെ കാര്യം. ഒരിക്കലും നിങ്ങൾ വലിയ വില കൊടുത്ത് ആൽമണ്ട് ലൈൻ ബേർഡ്സ്, ആൽമണ്ട് അല്ലാത്ത, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിപ്പർ കണ്ടന്റ്, സ്റ്റിപ്പർ പ്രസൻസ് കാണിക്കാത്ത ബേർഡ്സ് ഇവിടെ ഉള്ളൂ. വലിയ ക്വാളിറ്റി ആൽമണ്ട്സ് വളരെ ചുരുക്കമാണ്. ശരിക്കുള്ള ആൽമണ്ട് നിങ്ങളത് വാങ്ങുമ്പോൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കാണുന്ന പോലെ സ്റ്റിപ്പർ ബേർഡ്സ് ഒരു മെയിൽ എടുത്ത് ഏതൊരു ഫീമെയിലിലൂടെ നമ്മൾ പെയർ ചെയ്താൽ ഒരു കുട്ടിയെങ്കിലും നമുക്ക് ഏകദേശം ആ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ ചിലപ്പം ബെറ്റർ ക്വാളിറ്റിയും കിട്ടിയെന്ന് വരും. അപ്പോൾ അതാണ് നമുക്കിന്ന് ആൽമണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമ്മൾ നമ്മുടെ മുഖികളെ പറ്റിയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോസ് താമസിയാതെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ 8000+ വ്യൂസ് ആയിട്ടുണ്ട്. 2000 വ്യൂസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കാം. ആർക്കാണോ ആ ബേർഡ് കിട്ടുന്നുള്ള ആ ഭാഗ്യവാനെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.